ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ പൈസീസ്, നമ്മൾ നിങ്ങളുടെ ഫീലിങ്സ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്, ആൻഡ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ വീഡിയോന് എൻഡ് വരെ നോക്കുക. എൻഡിലാണ് ഞാൻ ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻസ് നോക്കാൻ പോണത്, ആൻഡ് റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം അതും എൻഡിലായിരിക്കും. നിങ്ങൾ ഇതുവരെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബ് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ അയക്കും. ഞാൻ എപ്പോഴെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, ആൻഡ് അങ്ങനെ നിങ്ങൾ ഒരു വീഡിയോ മിസ് ഔട്ട് ചെയ്യില്ല. അപ്പോൾ പൈസീസ്, ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ സൈഡിലാണ്. ഇതൊരു പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻറ്റ്സ് ആണ്. ഇത് ഒരു നല്ല സമയം വരാൻ പോണ ഇൻഡിക്കേഷൻ ആണ്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിരുന്നു വെച്ചാൽ അത് ചേഞ്ച് ആവാൻ പോകുന്നുണ്ട്. അതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണത്. മുമ്പേ മേ ബി യൂണിവേഴ്സ് ഓർ സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായില്ല, പക്ഷെ ഇപ്പോൾ അത് ഒരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, തന്നെ അതൊരു പോസിറ്റീവ് വേയിലാണ് വരണേ. ഇവിടെ ക്വീൻ ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ സൈഡിൽ. ഇത് ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൺ കുറെ പാഷനറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ കുറെ ഒരു സെൽഫ് കോൺഫിഡൻറ്റ് ആയ പേഴ്സൺ. വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ എന്താണ് നിങ്ങളുടെ സൈഡിൽ? 4 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ എവിടെയോ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു 100% കൊടുക്കാൻ കുറച്ച് ഹെസിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ. പക്ഷെ ഇപ്പോൾ ആ സ്റ്റാഗ്നേഷന് ഒരു ചേഞ്ച് ഉണ്ട്. ആ സ്റ്റാഗ്നേഷന് നിങ്ങൾ പുറത്താണ് വരണേ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി സമയം ചേഞ്ച് ആവുന്നുണ്ട്, ആൻഡ് അതിൻ്റെ കൂടെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആവുന്നുണ്ട്, ആൻഡ് റിലേഷൻഷിപ്പിൻ്റെ സ്റ്റേറ്റസ് അതും ചേഞ്ച് ആവുന്നുണ്ട്. ഈ ക്വീൻ ഓഫ് വാൻസ് എന്താണ് ഇവിടെ? 9 ഓഫ് കപ്സ്. ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളൊരു വിഷ് ഫുൾഫിൽമെന്റ് ആണ് 9 ഓഫ് കപ്സ്. ആൻഡ് അവർ വേണ്ട മാതിരി ആക്ഷൻസ് എടുക്കാൻ പോകുന്നുണ്ട്. ഇതുവരെ അവരൊരു ക്രോസ് റോഡ്സിലായിരുന്നു. എന്തോ ഒരു ഡിസിഷൻ, ഒരു ചോയ്സ് എടുക്കാണ്ടായിരുന്നു അവർക്ക്. പക്ഷെ മൂവിങ് ഫോർവേഡ് അവർ ആ ചോയ്സ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, ആ ഡിസിഷൻ അവർ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. നിങ്ങൾ രണ്ടാളുടെയും സൈഡിൽ ഞാൻ ഈക്വൽ ലവ് ആണ് കാണുന്നത്. അപ്പൊ ഇവിടെ ഫീലിങ്സ് മ്യൂച്വൽ ആണ്. അഗൈൻ ഇവിടെ കിങ് ഓഫ് വാൻസ് ആണ്. അപ്പോൾ ഇത് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൺ നിങ്ങളെ ഒരു ഐഡിയൽ മാച്ച് ആയിട്ടാണ് കാണുന്നത്. എന്നുവെച്ചാൽ കിങ് ഓഫ് വാൻസും ക്വീൻ ഓഫ് വാൻസ് ഒരുമിച്ചാണ് വന്നിരിക്കണേ. അപ്പൊ ഈ 2 ഓഫ് കപ്സ് ഇവിടെ എന്താണ്? ഇവിടെ കുറെ ഹാപ്പിനെസ് ഉണ്ട്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ മാതിരിയാണ് തോന്നുന്നത്. സൺ, ലിയോ എനർജിയാണ്. ഈ പേഴ്സൺ കുറെ പോപ്പുലർ ആണ്, കുറെ വെൽ നോൺ ആയിരിക്കാം, കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, സോഷ്യൽ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം, ഓറൽസ് അവര് കുറച്ചൊരു ഫേമസ് കൈൻഡ് ഓഫ് എ പേഴ്സണാലിറ്റി ആണ് അവരുടെ. പേജ് സ്വേർഡ്സ് നിങ്ങളുടെ എനർജിയാണ്. അപ്പൊ ഇവിടെ എന്തോ ഒരു ഇൻഫർമേഷൻ പുറത്തു വരുന്നുണ്ട്, ഓറൽസ് എന്തോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തോ കോൺവെർസേഷന്റെ സമയത്ത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയ മാതിരി എനർജി. അതുകൊണ്ട് ഇവിടെ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്, ഒരു ഹീലിംഗ് എനർജി. എന്തോ ഈ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ഓറൽസ് നിങ്ങൾ എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഒരു ടെമ്പററി സെപ്പറേഷൻ, നിങ്ങൾ സമയം കുറച്ചൊരു സമയം സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ ഞാൻ കാണുന്നത്. 10 ഓഫ് വാൻസ് ഇവിടെ എന്താണ്? 5 ഓഫ് സ്വേർഡ്സ്. അപ്പോൾ അഗൈൻ ഇവിടെ ഗോസിപ്പ് ഉണ്ട്. ചില വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. ഈ പേഴ്സന്റെ ലൈഫിൽ കുറെ, ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ കുറെ പോപ്പുലർ ആണ്. അപ്പോൾ മേ ബി അവരുടെ കുറെ വേറെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഓറൽസ് ചില വേറെ ആൾക്കാർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിട്ട് ജെലസ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ നോക്കണ എനർജി, അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. അവർ എന്തോ ഇതിലൊരു ഇന്റർഫിയറൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ക്വീൻ ഓഫ് സോഡ്സും കിങ് ഓഫ് സോഡ്സ് എനർജിയിലാണ്. അപ്പൊ ഇവിടെ ഒരു മെന്റൽ കമ്പാറ്റബിലിറ്റി ഉണ്ട്, പക്ഷെ ഇമോഷണൽ ഡിസ്റ്റൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്.
ക്വീൻ ഓഫ് സോഡ്സ് ആൻഡ് കിങ് ഓഫ് സോഡ്സ് ഒരു ഡിവോഴ്സ്ഡ് കപ്പിളുടെ എനർജിയും ആവാം. അപ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ കാരണം മേ ബി നിങ്ങൾ രണ്ടാളും ഡിവോഴ്സിനാണ് അപ്ലൈ ചെയ്യണത്, ഓറൽസ് ആ സ്റ്റേജിൽ എത്തി കഴിഞ്ഞു, ഓറൽസ് നിങ്ങൾ മാരിഡ് അല്ല വെച്ചാൽ മേ ബി ഇവിടെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്, ഒരു ഫൈറ്റ് ഉണ്ട്. ഈ ക്വീൻ ഓഫ് സോഡ്സ് എന്താണ് ഇവിടെ? ഹൈറോഫാൻറ്റ്. അപ്പോൾ ടോറസ് എനർജി അഗൈൻ ഇവിടെ ഒരു ഡിവോഴ്സ് കുറെ സ്ട്രോങ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. ഫാമിലിയുടെ കാരണമായിരിക്കാം ഇവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആവണത്. കിങ് ഓഫ് സോഡ്സ് ഇവിടെ എന്താണ്? 8 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഒരു വാക്കിംഗ് അവയുടെ എനർജി ആണ്. നിങ്ങൾ മേ ബി പേഴ്സണിനെ വിടാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഒരു വേറെ പേഴ്സണും ഞാൻ കാണുന്നുണ്ട്. കിങ് ഓഫ് പെന്റിക്കിൾസ്, ടോറസ് എനർജി. അത് ഈ പേഴ്സന്റെ സൈഡിലാണ്. അപ്പോൾ മേ ബി ഈ പേഴ്സന്റെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വന്നിട്ടുണ്ടാവും, ഓറൽസ് ഈ പേഴ്സൺ അവരുടെ ഫ്രണ്ട് ആയിരിക്കാം. 5 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ കുറെ ഒരു റിജക്റ്റഡ് ആയിട്ടൊരു ഫീലിംഗ് ഉണ്ട് ഈ പേഴ്സന്റെ സൈഡിൽ. അപ്പോൾ ഈ പേഴ്സന്റെ എന്തായിരിക്കും ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങളുടെ ഡയറക്ഷനിൽ? 10 ഓഫ് പെന്റിക്കിൾസ്. 10 ഓഫ് പെന്റിക്കിൾസ് എന്താണ് ഇവിടെ? പേജ് ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഇവിടെ ഒരു സ്മോൾ ഓഫർ വരാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൺ മേ ബി ഒരു അപ്പോളജി അയക്കാനുള്ള പ്ലാൻ ആയിരിക്കും, ഓറൽസ് ഒരു ആദ്യം റീകൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓഫർ ആയിരിക്കാം. അതാണ് ഇവിടെ കാണുന്നത്. ഔട്ട്കം എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ? ഔട്ട്കം പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ അഗൈൻ ഞാൻ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത്, ഒരു സ്റ്റാർട്ട്, ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ സ്റ്റാർട്ട്. നിങ്ങൾ രണ്ടാളും മേ ബി ഈ റിലേഷൻഷിപ്പിനെ പാച്ചപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടാളും കാമോ വാട്ടേഴ്സിന്റെ ഡിറക്ഷനിലായിരിക്കും പൂണ്ടാവുക. പക്ഷെ ഇവിടെ കുറെ കൺഫ്യൂഷൻ ഉണ്ട്, ഇതുവരെ ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ മേ ബി ഇതൊരു ഇനീഷ്യൽ സ്റ്റേജസിലായിരിക്കും. നൈറ്റ് ഓഫ് വോൺസ്. ഈ പേഴ്സൺ പക്ഷെ കുറെ ഒരു ഇൻ ആൻഡ് ഔട്ട് പേഴ്സൺ ആണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കണം. ഈ പേഴ്സന്റെ വേറെ കുറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്, ഓറൽസ് ഈ പേഴ്സൺ വേറെ ആൾക്കാരെ ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുവെച്ചാൽ ഈ പേഴ്സൺ ശരിക്കും ഒരു സ്റ്റേബിൾ എനർജിയിലല്ല. അപ്പോൾ അവര് മേ ബി എന്തെങ്കിലും കമ്മിറ്റ് ചെയ്യും, പിന്നെ അത് ഫുൾഫിൽ ചെയ്യില്ല, അങ്ങനത്തെ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. ഓറൽസ് അവർ വേറെ ആൾക്കാരെയും ഡേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഒരു എനർജി ആവാം. അപ്പോൾ എന്തായാലും പൈസീസ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിംഗ് ആണ്. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ആൻഡ് ഞാൻ അവിടെ എല്ലാം ഡീറ്റെയിൽസ് അയച്ചു തരാം. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരാം, വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്ന് തിരിച്ചു വരും ഞാൻ. ആൻഡ് ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.